hearty welcome to today's class. Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാനായപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തിയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. Amen. How are you? Today we are going to discuss one of the important tools in genetic engineering. That is an enzyme, a restriction endonuclease. Say the monitor. In the last class, we have discussed the first step in genetic engineering. That was the extraction of DNA having desirable genes from the cells of organisms using suitable lysing enzymes. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ റിക്കോംബിനന്റ് DNA ടെക്നോളജിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ കണ്ടത്? DNA എക്സ്ട്രാക്ട് ചെയ്യും. അതായത് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഒരു ഓർഗാനിസത്തിലെ ഒരു ഡിസൈർഡ് ജീന് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ജീൻ നമുക്ക് എടുത്ത് മറ്റൊരു ഓർഗാനിസത്തിന്റെ ജിനോമിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ ഡിസൈറബിൾ ജീനുള്ള DNA ഓർഗാനിസത്തിന്റെ സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. We have used many lysing enzymes and finally we got the DNA. Today we are going to discuss the second step in genetic engineering, that is the isolation of this specific desirable gene from the DNA. അതെങ്ങനെ സാധ്യമാകും? നമുക്കറിയാം, ഒരു DNA-യിൽ തന്നെ ധാരാളം ജീൻസ് ഉണ്ട്. സപ്പോസ് ദിസ് ഈസ് ദ DNA molecule. ഈ DNA-യിലെ ഫങ്ഷണൽ ആയിട്ടുള്ള പാർട്സിനാണ് ജീൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു DNA എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജീനുകൾ കാണാനായിട്ട് പറ്റും അല്ലെ? ഇപ്പം ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ തന്നെ 3500ഓളം ജീൻസ് ഒരു സർക്കുലർ ബാക്ടീരിയൽ DNA-യിൽ കാണാൻ പറ്റും. ഹ്യൂമൻ ജീനോമിൽ നമുക്കറിയാം 30,000 to 40,000 ജീൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എ സിംഗിൾ DNA molecule is having thousands of genes. ഇപ്പൊ ഇതിലെ ഒരു പർട്ടിക്കുലർ ജീനാണ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ടൂളിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തരണം. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഈസ് ആൻ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ആൻ എൻസൈം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. Another important feature of restriction endonuclease, which can make cuts within the DNA. At a specific sites. പഠിക്കണേ. ഇത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അല്ലേ? Restriction endonucleases are enzymes produced by bacteria which can make cuts within the DNA at a specific sites. But another point here, these are enzymes produced by bacteria that can make cuts within the DNA at a specific sites. This restriction endonuclease was first discovered by 3 eminent geneticists, namely Werner Arber,
Daniel Nathans and Hamilton O. Smith. You can see the photograph there. Okay. Arthur Nathans Smith എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ 1970 കണ്ടുപിടിച്ച ഒരു എൻസൈമാണ് പ്രസിഷൻ ന്യൂക്ലിയസ് എൻസൈം. ആരൊക്കെയാണ്? ബെർണർ ആർബർ, ഡാനിയൽ നാഥൻസ് ആൻഡ് ഹാമിൽട്ടൺ ഓ സ്മിത്ത് ഇൻ 1970. ഇനി ഇത് കണ്ടുപിടിച്ചത് ഇറ്റ് വാസ് ക്വൈറ്റ് ആക്സിഡന്റ്. അതായത് the scientists noticed that some of the E. coli bacteria which were infected with the lambda-phages, the so-called bacteriophages, survived. They are not affected. നമുക്കറിയാം, suppose this is a bacterium cell. How can a bacteriophage infect a bacterium cells? We have already studied. This is the bacteriophage, the tail fibers, and here is the genetic material, that is nucleic acid, either DNA or RNA. When a bacteriophage infects, it injects its nucleic acid into the bacterial cell. Okay? Then what happens here? This viral DNA hijacks the bacteria. This viral DNA takes the control of the bacterium cell and it initiates the multiplication of exonucleic acids. Viral DNA അതിന്റെ ധാരാളം ന്യൂക്ലിക് ആസിഡ്സ് ഇതിനകത്ത് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പ്രോട്ടീൻ കോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. And later the protein coat, ന്യൂക്ലിക് ആസിഡ് ഉള്ളിൽ പ്രോട്ടീൻ കോട്ട് പുറമെ ഇങ്ങനെ ധാരാളം വൈറൽ പാർട്ടിക്കിൾസ് ഇതിനകത്ത് ഉണ്ടാകുന്നു. Then this virus will come out by the lysis of the bacterial cell. This is the type of infection. This is called a lytic sign. അപ്പോൾ ഇവിടെ ചില strains of Escherichia coli bacteria, especially Kettol എന്ന് പറയുന്ന ഒരു strain Escherichia coli bacteria that were infected with the lambda-phages. Lambda bacteriophage infect ചെയ്ത Escherichia coli Kettol strains-ൽ the bacteria survive. ബാക്ടീരിയ നശിച്ചു പോകേണ്ടതല്ല. അപ്പോൾ സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെട്ടു. അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബാക്ടീരിയ ഇവിടെ സർവൈവ് ചെയ്തത് എന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് there are two important enzymes produced by bacteria that will give the defense mechanism. ഇപ്പൊ ബാക്ടീരിയയിലെ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് രണ്ട് തരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു. ഒന്ന്, let me repeat. ഒന്ന്, suppose this is the bacterium. Here you can see the bacterial DNA. The bacterial DNA can produce a particular enzyme which can make cuts within the viral DNA. Viral DNA-യിൽ കട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ബാക്ടീരിയ is able to produce specific type of enzymes that will be able to make cuts in the viral DNA. അതുകൊണ്ട് വൈറൽ ഡിഎൻഎക്ക് ഇവിടെ ആക്റ്റീവ് ആകാനായിട്ട് പറ്റിയ. അപ്പോൾ ഇത് ഏത് എൻസൈമാണ് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് എൻസൈമാണ്. അതിനെ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നു. കാരണം that can make cuts within the DNA so that the growth of the viruses will be arrested or the growth of the viruses are restricted. That's why the enzyme gets the name restriction endonuclease enzyme. അപ്പോൾ ഇവിടെ ഈ ബാക്ടീരിയൽ
DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എൻസൈം ഈ വൈറൽ DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ് ആക്കി കളയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ വൈറൽ DNAക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് വിളിച്ചത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു ബ്രോഡ് കാറ്റഗറി എന്ന് പറയുന്നത് ന്യൂക്ലിയേസ് എൻസൈം ആണ്. ശ്രദ്ധിച്ച്, ന്യൂക്ലിയേസ് എൻസൈം. ന്യൂക്ലിയേസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിക് ആസിഡിനെ ഡിഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന, ന്യൂക്ലിക് ആസിഡിന്റെ ലൈസിങ്ങിന് സഹായിക്കുന്ന എൻസൈമിനാണ് ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്, അല്ലെ ന്യൂക്ലിയേസ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, പഠിക്കണം. ഒന്നെന്താണ്? ഒന്നിനെ നമ്മൾ വിളിക്കുന്നു എക്സോ ന്യൂക്ലിയേസ് എൻസൈം എന്ന് വിളിച്ച്, എക്സോ ന്യൂക്ലിയേസ്. രണ്ടാമതൊന്നിനെ നമ്മൾ വിളിക്കുന്നു എൻഡോ ന്യൂക്ലിയേസ് എൻസൈം. എന്താണ്? എൻഡോ ന്യൂക്ലിയേസ് എൻസൈം. രണ്ട് ന്യൂക്ലിയേസ് എൻസൈംസ് ആണ്. ഇതിന്റെ ആക്ടിവിറ്റി തമ്മിൽ വ്യത്യാസമാണ്. എന്താണ് വ്യത്യാസം? I will show you. Suppose this is the DNA molecule. It is composed of large number of nucleotides. അല്ലേ? അപ്പൊ ഇവിടെ ഈ എക്സോന്യൂക്ലിയേസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, എക്സോന്യൂക്ലിയേസ് എൻസൈം removes nucleotides from the ends. ഈ എക്സ്ട്രീം എൻസിൽ നിന്ന് ഇവിടെ നിന്ന് A ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അല്ലെങ്കിൽ ഈ C ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. DNA-യുടെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന എൻസൈമിനാണ് എക്സോന്യൂക്ലിയേസ് എൻസൈം എന്ന് പറയുന്നത്. They cannot remove the nucleotide within the DNA molecule. Clear? എന്നാൽ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താണ്? These are enzymes which can remove nucleotides within the DNA molecule. ഇവിടുന്ന് DNA molecule റിമൂവ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് DNA molecule ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. That is called endonuclease. So nucleases enzymes are of two types. One is called exonuclease that can remove the nucleotides from the ends of the DNA molecule, and the endonucleases are enzymes which can remove or which can make cuts within the DNA molecule. Since, as we have seen in the case of the history, they restrict the growth of the phages that are called restriction endonuclease enzymes. Clear ആണോ? ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടു. അതിന് DNA-യുടെ ഉള്ളില് കട്ടുണ്ടാക്കാനായിട്ട്, അതുവഴി DNA ഫ്രാഗ്മെന്റ് ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ആ കട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടത്? That can make cuts at specific sites. ഇപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് തന്നെ 4 ടൈപ്പ് ഉണ്ട്. പിന്നെ പറയുന്നത് ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ടൈപ്പ് 4 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇതില് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, RDNA ടെക്നോളജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് കൂടുതലും ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിന്റെ പ്രത്യേകത, അത് DNA-യിൽ കട്ടുണ്ടാക്കുന്നത് ചില സ്പെസിഫിക് സീക്വൻസസിലായിരിക്കും, ചില സ്പെസിഫിക് സൈറ്റിലായിരിക്കും. ഇപ്പൊ ടൈപ്പ് 1 ഒക്കെ ആണെങ്കിൽ റാൻഡം ആയിട്ടാണ് കട്ടുണ്ടാക്കുന്നത്. എന്നാൽ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിന്റെ പ്രത്യേകത, that can make cuts within the DNA at specific sites. ഈ സൈറ്റ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പാലിൻഡ്രോമാണ്, അല്ലെങ്കിൽ ആക്ച്വലി these are nucleotide
the nitrogen bases. These are 4 to 8 nucleotides. 4 മുതൽ 8 വരെ ന്യൂക്ലിയോടൈഡുകൾ അല്ലെങ്കിൽ നൈട്രജൻ ബേസസ് ചേർന്നാണ് ഈ സ്പെസിഫിക് സൈറ്റ് ഉണ്ടാകുന്നത്. Say for example, I will show you. Suppose this is a DNA molecule. Here C T A G A T T C G A and complementary strand. This is 5' to 3' strand, and this is the 3' to 5'. Okay. And the pattern. Okay. For C, G, here is T, A, here is A, T. You know the pairing of the nitrogen bases. Here is G. No പറഞ്ഞേ ഇവിടെ ഇവിടെ G ഇവിടെ C ഇവിടെ T ഇവിടെ T and here it is G. When you look this DNA molecule, you can see some of the nitrogen bases which can read the same from both ends. നമ്മൾ 5' to 3' വായിക്കുന്നത് പോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ 5' to 3' നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഇത് നോക്കിക്കേ, I'll show you. G A A T T C. ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 to 3' അങ്ങനെ വായിക്കാൻ പറ്റും. സെയിം G A A T T C. This sequence is called a palindrome. ഈ സീക്വൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും പാലിൻഡ്രോമിക് സീക്വൻസസ്. Palindromic sequence. ഇപ്പൊ ഇവിടെ ഈ പർട്ടിക്കുലർ DNA that may be having 150 nucleotides എന്ന് കരുതുക. 1500 nucleotides അല്ലെങ്കിൽ 1500 നൈട്രജൻ ബേസസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു DNA ആണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ GAA-TTC എന്ന് പറയുന്ന സീക്വൻസുകൾ റിപ്പീറ്റ് ചെയ്ത ഒരു 10-15 പ്രാവശ്യം കാണാം സപ്പോസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ GAA-TTC കാണുമോ ആ സൈറ്റുകളെ, ആ സീക്വൻസുകളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവിടെ പോയി കട്ടുണ്ടാക്കാനായിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസും കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദീസ് ആർ endonuclease enzymes which can make cuts at specific sites, and this site is called recognition site or restriction site in the primary. This is called a restriction site or recognition site, recognition sequence or site. അതായത് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസ് ആണ്, റെക്കഗ്നൈസ് ചെയ്യുന്ന സൈറ്റാണ്. അവിടെയാണ് അത് കട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേര് ICOR1 എന്നാണ്. എന്താണ്? ICOR1. I will tell you later the nomenclature. അപ്പൊ ICOR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് DNA-യിൽ എവിടെ GAA-TTC പാലിൻഡ്രോമിക് സീക്വൻസ് ഉണ്ടോ
അവിടെയെല്ലാം പോയി കട്ടുണ്ടാക്കും. കട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച്, ഇവിടെ ശ്രദ്ധിച്ച്, ജിക്കും എക്കും ഇടയ്ക്കാണ് ഇത് കട്ടുണ്ടാക്കുന്നത്. ഹിയർ ആൻഡ് ഹിയർ ഓൾസോ ജിക്കും എക്കും ഇടയ്ക്കാണ് കട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെ ഒരു കട്ടുണ്ടായി അല്ലേ, ഇതിങ്ങനെ രണ്ട് സ്ട്രാൻഡായിട്ട് മാറും. ശരിക്കും വേറൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ റെക്കഗ്നിഷൻ സൈറ്റിൽ കട്ടുണ്ടാക്കുന്നത് ഈ ന്യൂക്ലിയോടൈഡ്സിന് ഇടയ്ക്കുള്ള ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിലാണ്. എവിടെയാണ്? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഒന്ന് നോട്ട് ചെയ്തെടുക്കണം. The restriction endonuclease can make cut in the phosphodiester bond. Hydrogen bond ilalla, phosphodiester bond exists between the nucleotides. Ivade GQ AQ edakkulla phosphodiester bond ne break cheyum. Here also ee strandil AQ GQ edakkulla phosphodiester bond ne break cheyum. അതുവഴി നമുക്കിവിടെ രണ്ട് സ്ട്രാൻഡ്സ് ഹാവിങ് എ സിംഗിൾ സ്ട്രാൻഡ് സ്ട്രക്ചേഴ്സ് അല്ലേ. I will show you here this lesson. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഉണ്ട്. 5 പ്രൈം ഇവിടെ വെച്ചത് കട്ട് ചെയ്യും അല്ലേ, ജി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഏതാണ്? ഇവിടെ സി ഉണ്ട്, പിന്നെ ടി ടി, ജി സി ടി ടി എ എ എന്നുള്ള കട്ടാണ്. ഇനി വീണ്ടും അടുത്ത ഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാലോ, ഇവിടെ ജി സി, here is the G and here is C. ഇവിടെ തന്നെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. I will draw here, then it will be very clear, it will be more clear. Okay, listen. അപ്പോൾ ഇവിടെ ഇത്തരത്തില് ഈ പാലിഡ്രോമിക് സീക്വൻസിൽ ഇവിടെ in between G and A and in between A and G ഈ എൻസൈം അതിന്റെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിൽ കട്ടുണ്ടാക്കി കഴിയുമ്പോൾ we will get two strands which will have the overhangs, the 5 prime overhangs നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. Here you can see a 5 prime overhang and here also you can see a 5 prime overhangs and it will be having the complementary sequences. When you observe closely you can see these overhangs will have nitrogen bases that will be complementary to each other, so that these ends are called sticky ends. ശ്രദ്ധിക്കണേ, ഈ എൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് sticky ends. കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസസ് ഉള്ള ഓവർഹാങ്സ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് വഴി കിട്ടിയാൽ these ends are called sticky ends, otherwise called cohesive ends. Cohesive ends. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട് staggered ends. ഇങ്ങനെ സ്റ്റിക്കി എൻഡ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇത് വീണ്ടും റീജോയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഇത്തരത്തിലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് that can produce sticky ends ആണ് എങ്കിൽ നമുക്ക് വെക്ടറിലേക്ക് ഇതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അവിടെ നമ്മൾ ഒരു മോളിക്കുലർ ഗ്ലൂ ഉപയോഗിക്കും, ദാറ്റ് ഈസ് കോൾഡ് ലൈഗേസ് എൻസൈം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുന്നത്, ഇങ്ങനെ DNA കട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളത് കൊണ്ട് the restriction endonucleases are commonly called molecular scissors. ഇത് നിങ്ങൾ എന്താണ് ഒരു ബോക്സിനകത്ത് എഴുതിയിട്ടു, മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്?
restriction endonucleases are otherwise called molecular scissors. Yes. കാരണം അത് കട്ട് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഇത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ലൈഗേസ്. നമ്മൾ പിന്നീട് പഠിക്കുന്നത് ലൈഗേസ് എൻസൈം. അതിന് മോളിക്കുലാർ ഗ്ലൂ എന്നാണ് പറയുന്നത്, സ്റ്റിച്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വേറൊരു സംഗതി, ഇതിപ്പം ഇക്കോ R1 ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ഇക്കോ R1 റെക്കഗ്നൈസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസസ് ആണ് GAATTC. ഇത് കാണാൻ പഠിച്ചു. ഇക്കോ R1 സ്പെസിഫൈ ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാണ്? ഏതൊക്കെ പറയാനായിട്ട് പറ്റണം? GAATTC. ഇത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നമുക്ക് വായിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന കുറെ പേരുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നാലോചിച്ച് നോക്കിയേ, ഏതാണ് ഇത് പറഞ്ഞു നോക്കാം. കിട്ടിയോ? ഒന്ന് മലയാളം. പറ്റുമോ? വായിച്ചാൽ നോക്കിക്കേ. മലയാളം ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വായിക്കാനായിട്ട് പറ്റും. വേറെ എന്താ പറയാൻ പറ്റുമോ? പോപ്പ് ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പറയാം. മാഡം മാഡം അല്ലേ? ഒരു സെന്റൻസ് വരെ തന്നെയാണ് നമുക്ക് അങ്ങനെ വായിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സെന്റൻസ് എനിക്ക് പറയാൻ പറ്റുമോ? മാഡം ആയ മാഡം എന്നെങ്ങനെയാണ്? മാഡം ആദം മാഡം ആദം. മലയാളത്തിലുണ്ടല്ലേ ഇങ്ങനെയുള്ള വേർഡുകൾ? ഏതാണ്? കത്രിക. വേറെ എന്താ പറയാമോ? ജലജ. ബാക്കിയൊക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ച് ധാരാളം വേർഡ്സുകൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദീസ് വേർഡ്സ് ആർ കോൾഡ് പാലിൻഡ്രോമിക് വേർഡ്സ്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വായിക്കാനായിട്ട് പറ്റുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അങ്ങനെയുള്ള പാലിൻഡ്രോമിക് സീക്വൻസിനെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നാൽ വ്യത്യസ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസസ് വ്യത്യസ്തമായിരിക്കും മിക്കവാറും കേസുകളിൽ. ഫോർ എക്സാമ്പിൾ HindD2 എന്നുള്ളതാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഐഡന്റിഫൈ ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത് AAGCTT ആണ്. ഇതിനെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്കറിയാം AAGCTT. ഇതിന് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. that can read the same from both sides അല്ലേ? AAGCTT. അപ്പം ഇനി വീണ്ടും മറ്റൊന്നാണ് SMA1. ഈ SMA1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഐഡന്റിഫൈ ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് CCCGGG ആയിരിക്കും. CCCGGG. അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് പാലിൻഡ്രോം തന്നെയാണ്. വീണ്ടും ഹിയർ യു ക്യാൻ സീ CCCGGG. ഇപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പാലിൻഡ്രോമിക് സീക്വൻസ് ക്ലിയർ ആണ്. CCCGGG. ഹിയർ ഇങ്ങോട്ട് CCCGG. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ഈ കേസിൽ അതുപോലെ തന്നെ നേരത്തെ കേസിലൊക്കെ കണ്ടു. അവിടെ ഒന്നെങ്കിൽ 5' അല്ലെങ്കിൽ 3' ഉള്ള സ്ട്രാൻഡുകൾ നമുക്ക് ലഭിക്കും. ഇതിന് നമ്മൾ സ്റ്റിക്കി എൻഡ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ? അവിടെ നമുക്ക് ഇത് ജോയിൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. എന്നാൽ ഈ CCCGGG എന്ന് പറയുന്ന ഈ SMA1 ഐഡന്റിഫൈ ചെയ്യുന്ന പാലിൻഡ്രോമിക് സീക്വൻസിലുള്ള കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഇതിന്റെ നിക്കുണ്ടാകുന്നത്, കട്ടുണ്ടാകുന്നത്. ഒരേ സൈഡിലാണ്. അതുകൊണ്ട് ഇതിന് റിസൾട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും.
സി 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 ജി 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 അല്ലേ? ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റും അതേപോലെ തന്നെ ഇങ്ങോട്ട് ജി 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 സി 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 ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റും ആയിരുന്നു. അപ്പൊ ഇതിനെ നമുക്ക് സ്റ്റിക്കി എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലണ്ട് എൻഡ്. ബ്ലണ്ട് എൻഡ്സ്. ഇപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പാലൻഡ്രോമിക് സീക്വൻസിനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള എൻഡ്സ് ഫോം ചെയ്യാം. ഒന്ന് സ്റ്റിക്കി എൻഡ്സ്, അതിന് മറ്റൊരു പേര് പറഞ്ഞല്ലോ കൊഹസീവ് എൻഡ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് എൻഡ്, അല്ലെങ്കിൽ ബ്ലണ്ട് എൻഡ് ആയിരിക്കും. പക്ഷേ ഈ ബ്ലണ്ട് എൻഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം നമുക്ക് അത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി എനർജി ആവശ്യമായിട്ടുള്ളതാണ് ഇവിടെ. ഇതാണ് കുറച്ചുകൂടെ ഈസിയാണ്. Okay dear students, today I am going to wind up this section because ഇനിയിപ്പം nomenclature ആണ് ഉള്ളത്, എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ നെയിം ചെയ്യുന്നത്. പക്ഷെ അതുകൂടെ നമ്മൾ എടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയമെടുക്കും. So that for the time being I am stopping this class. Okay, ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye.